ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red carpet. Stay tuned for your favorite celebrity. ഹായ് ഹലോ വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൂടെയുള്ളത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇനി 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് സെലിബ്രിറ്റീസുമായിട്ടുള്ള ഒരു ചാറ്റ് ഷോയുമായിട്ട് ഞാൻ ദാ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വീക്കെൻഡ് ആകുമ്പോഴും സൺഡേസ് ആകുമ്പോഴും ഈ ഒരു 7 to 9 PM സമയത്ത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ സെലിബ്രിറ്റി ആരായിരിക്കും, ഈ വീക്കിൽ ആരുടെ വിശേഷങ്ങളായിരിക്കും കേൾക്കാനായിട്ട് പോവുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവില്ലേ. എന്തായാലും ആ ക്യൂരിയോസിറ്റിക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് എന്നോടൊപ്പം റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി ഗസ്റ്റ് ആണ്, ഒരു പാട്ടുകാരനാണ്. ഇദ്ദേഹം സ്റ്റാർ സിംഗർ, ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9 കണ്ടസ്റ്റന്റ് ആണ്. അത് മാത്രമല്ല മഴവിൽ മനോരമയിലെ പാടാം നമുക്ക് പാടാം എന്ന ഷോയിലെ ഫൈനലിസ്റ്റ് കൂടിയാണ്. വെൽക്കം ചെയ്യാം സംഗീത് വിനോദ്. ഹായ് സംഗീത്. ഹായ് അനുഷ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നു കാര്യങ്ങളെല്ലാം. ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി? ഞായറാഴ്ചയായിട്ട് ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആഹാ, പാട്ടുകളൊക്കെ കേട്ടിരിക്കുകയാണ്. പേരില് തന്നെ ഒരു സംഗീതം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേരാണോ സംഗീതം? ആക്ച്വലി അച്ഛനും സിംഗറാണ്. വീട്ടിലെപ്പോഴും സംഗീതമുണ്ട്. അവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെ മ്യൂസിക്. അപ്പോ എന്റെ ചേട്ടന്റെ പേരും ശ്രീരാഗ് എന്നാണ്. സംഗീത്, ശ്രീരാഗ് രണ്ടും മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകളാണ്. ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു ഉറപ്പുണ്ടായിരുന്നു രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് ഒരു പാട്ടുകാരനായി മാറുമെന്നുള്ളതല്ലേ? അതെ, ചിലപ്പോ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തി നോക്കിയതായിരിക്കാം. ഇനി ആരെങ്കിലും ഒരാൾ പാടിയാലോ എന്നല്ലേ, ആരെങ്കിലും ഒരാൾ പാടിയാലോ എന്നുള്ള ആ ഒരു ഭാഗ്യപരീക്ഷണം എന്തായാലും വിജയിച്ചിരിക്കുകയാണ്. സംഗീത ഒരു സിംഗറായിട്ട്, അറിയപ്പെടുന്ന ഒരു സിംഗറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴുണ്ടായ ആ ഒരു മാറ്റത്തെ പറ്റി പറയാനുള്ളത്? ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം പറയുകയാണെങ്കിൽ, പണ്ടുപോലെ നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഒന്നും ചോദിക്കില്ല നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം. അപ്പൊ ആ സമയത്തും ഞാൻ എന്താണെന്നറിയില്ല, നമ്മൾ ആ സമയത്തും ഒരു സിംഗർ ആവണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മള് നോർമലി ഡോക്ടർ ആവണം അല്ലെങ്കിൽ ആ ഒരു സ്ഥിരം ആൻസേഴ്സ് അല്ല പറഞ്ഞോണ്ടിരുന്നത്. അപ്പോ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇത് തന്നെ, മ്യൂസിക് തന്നെയാണ്. അപ്പൊ വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഈ വീണ്ടും ട്രാക്ക് എന്ന് ഉദ്ദേശിക്കാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ M.Com ഗ്രാജുവേറ്റാ. എനിക്ക് ആക്ച്വലി മ്യൂസിക് പെർസ്യൂ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും നടന്നില്ല. അറിയാലോ, നമ്മൾ പൊതുവെ അവരാണെങ്കിൽ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ M.Com ചെയ്തിട്ട് നീ PG ചെയ്തിട്ട് നീ എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് ചെയ്തോളൂ എന്നുള്ളൊരു ലൈനായിരുന്നു. അപ്പോ അതിനുശേഷം ഞാൻ PG ഒക്കെ ചെയ്തതിനു ശേഷം 2 വർഷം ഞാൻ ഒമാനിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ റിസൈൻ ചെയ്ത് ഞാൻ തിരിച്ച് നാട്ടിൽ വരുമ്പോഴാണ് എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ഞാൻ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് നമ്മുടെ മഴവിൽ മനോരമയിലെ പാടാൻ നമുക്ക് പാടാന്നുള്ള ഷോ ആയിരുന്നു. ശരത് സാറും ചിത്ര ചേച്ചിയൊക്കെ ജഡ്ജസ് ആയിട്ടുള്ള ഷോ ആയിരുന്നു അത്. ഓക്കെ, അതിലേക്ക് എങ്ങനെയായിരുന്നു സെലക്ഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ജോലി റിസൈൻ ചെയ്യാൻ കാരണം ഇത് നമുക്ക് മ്യൂസിക് പെർസ്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വീണ്ടും വന്നു തുടങ്ങിയപ്പോഴാണ്. അപ്പൊ അത് വീട്ടിലും ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുപോലൊരു ഓഡീഷൻ, വൈൽഡ് കാർഡ് എൻട്രി ഓഡീഷൻസ് നടക്കുന്ന ടൈമായിരുന്നു. ആ സമയത്ത് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുന്നു. നമുക്കത് ദൈവാനുഗ്രഹം കൊണ്ട് അത് കിട്ടുന്നു. ദെൻ കുറെ നല്ല പാട്ടുകൾ പാടാനും ഫൈനൽ വരെ എത്താനും ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. അപ്പൊ സംഗീതേ, ഈ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൽ സെലക്ട് ആയി എന്ന് പറഞ്ഞ് കോൾ വന്നപ്പോഴുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു? അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതും വേറൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് മൂകാംബിക, കൊല്ലൂർ മൂകാംബിക അവിടെ തൊഴാൻ വേണ്ടി പോകുന്ന ഓൺ ദ വേ ആണ് കോൾ വരുന്നത്. അപ്പൊ അത് ആക്ച്വലി 3 ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അത് കട്ട് ഷോർട്ട് ആക്കി വീണ്ടും ഒരു 2 ദിവസം കൊണ്ട് അത് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നു. പിന്നെ ഷോയുമായി ബന്ധപ്പെട്ട് ആ യാത്രയിലേക്ക് പിന്നെ പോകുന്നു. അങ്ങനെയൊക്കെ. അപ്പൊ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു ആ ഒരു റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ? എന്നെക്കാളും സന്തോഷം അവർക്കായിരുന്നു. കാരണം ഇപ്പോ രണ്ടാമത് ഞാൻ ചെയ്ത ഷോ ആണെങ്കിൽ എല്ലാം എന്റെ അച്ഛനും അമ്മയുടെയും അവര് ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി പോകുന്നത് തന്നെ. കാരണം ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളം ഒരു ഗ്യാപ്പ് വന്നിരുന്നു കോവിഡിന്റെ ഒക്കെ ടൈമിൽ. ആ സമയത്താണ് ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു 2 years അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആക്ച്വലി എനിക്ക് ഓഡീഷൻസ് സംഭവിക്കുന്നത് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല.
അപ്പൊ ആര് വഴിയിട്ടാണ് ഇത് അറിഞ്ഞത്? അമ്മയച്ഛനുമാണ് എന്നോട് പറയുന്നത്. കാരണം അമ്മയ്ക്കായിരുന്നു കാരണം ഞാൻ ആ ഒരു ട്രാക്ക് മാറി വേറൊരു ട്രാക്കിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നിർബന്ധിച്ച് ഞാൻ വീണ്ടും ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നു. കാരണം എന്നെ സംബന്ധിച്ച് വേറെ ഒന്നല്ല, നമ്മൾ 2 വർഷത്തോളമായിട്ട് ആ ഒരു പ്രാക്ടീസോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, കാരണം എൻറ്റയർലി വേറൊരു ട്രാക്കിലേക്ക് മാറുന്നു. അപ്പോ വീണ്ടും നമുക്ക് ആ ഒരു എന്താ പറയാ മ്യൂസിക് ട്രാക്കിലേക്ക് തന്നെ വരാൻ സാധിച്ചു. അതെല്ലാം വീട്ടുകാരുടെ അച്ഛനമ്മയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ചേട്ടന്റെ പേര് ശ്രീരാഗ് എന്നാണല്ലേ? അതെ, ശ്രീരാഗ്. ഓക്കെ, ശ്രീരാഗ് എങ്ങനെയാ പാടുവോ? ചേട്ടനും നന്നായിട്ട് പാടും. ചേട്ടന്റെ പ്രൊഫഷൻ എല്ലാം വേറെയാണ്. ചേട്ടൻ ക്രിയേറ്റീവ് ഹെഡ് ആയിരുന്നു FWD എന്ന് പറയുന്ന മാഗസിന്റെ. അതിനുശേഷം ഇപ്പോൾ ചേട്ടൻ കല്യാണം കഴിഞ്ഞ ശേഷം രണ്ടുപേരും UK-ലാണ്. ഓക്കെ, അതൊരു പ്രൊഫഷൻ ആക്കി കൂടെ കൂട്ടാനായിട്ട് പുള്ളിക്ക് എത്ര വലിയ ആഗ്രഹം അങ്ങനെ ഇല്ലല്ലേ? ചേട്ടൻ ആക്ച്വലി പാട്ട് നന്നായിട്ട് പാടും, നന്നായിട്ട് വരയ്ക്കും. അപ്പൊ പുള്ളിക്ക് കുറച്ചുകൂടി അനിമേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അതിലേക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതെ, പുള്ളി അങ്ങനെ കുറെ ടാലന്റുകളുള്ള ആളാ. അപ്പൊ സംഗീതത്തിനെ സംബന്ധിച്ച് പാട്ടാണ് ജീവിതം അല്ലേ? തീർച്ചയായും. എത്ര വയസ്സ് തൊട്ടാണ് സംഗീത പാട്ട് പാടി തുടങ്ങിയത്? പാട്ട് ചെറുപ്പത്തിലെ മുതൽ പാടുമായിരുന്നു. നമ്മള് ലെജൻഡറി ആയിട്ടുള്ള പല ആർട്ടിസ്റ്റുകളുടെയും പാട്ടുകളിലേക്കൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു. അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പാട്ട് വീട്ടിൽ വെക്കും. അപ്പൊ ആ ഒരു ആംബിയൻസിലാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ പാടുമായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു ആ സമയത്തൊക്കെ. നമ്മൾ എവിടെയെങ്കിലും ലൈക്ക് പാട്ട് പഠിപ്പിക്കാൻ ഇരുത്തിയാലോ ഒന്നും ഇരിക്കില്ല, അങ്ങനെ അടങ്ങിയിരിക്കാത്തൊരു കുട്ടിയായിരുന്നു അല്ലേ? സത്യം. അപ്പോ ഫുൾ മറ്റേ ഓട്ടം ചാട്ടം മരം കയറല് അതിനൊക്കെ എക്സ്ട്രീം ആയിരുന്നു. പക്ഷെ ഒരു കുറച്ചുകൂടി കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ഒരു ശാന്തമായി തുടങ്ങി. അതെ അതെ. ഓക്കെ, അപ്പൊ ആദ്യം പാടിയ പാട്ട് ഓർമ്മയുണ്ടോ സംഗീതത്തിന്? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടത്തില്ല. ഞാൻ പെട്ടു. ഓക്കെ, എന്നാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇപ്പൊ പാടാൻ പറഞ്ഞാല് ഏതായിരിക്കും മനസ്സിലേക്ക് വരാം? ഒരുപാട് റിയാലിറ്റി ഷോസിലൂടെയൊക്കെ പാട്ടുകൾ പാടി ആ ഒരു പേരിൽ തന്നെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന എന്നുള്ള ഒരു ഇൻട്രോ കൊടുത്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഷോ തുടങ്ങിയത് തന്നെ. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടായിരിക്കും സംഗീതം ഇപ്പൊ പാടുക? പെട്ടെന്ന് ചോദിക്കുമ്പോൾ കുറെ പാട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഗോപി സുന്ദർ സാർ മ്യൂസിക് ചെയ്ത ഒരു സോങ് ഞാൻ ആദ്യം പാടാം. ഓക്കെ, പാടിക്കോളൂ. നീയാ ആത്മാവിൻ സങ്കല്പമിന്നിങ്ങനെ മിണ്ടാതെ മിണ്ടുന്നതെന്തോ ഓർക്കാതിരുന്നപ്പോഴെന്നുള്ളിൽ നീ വന്നു തിരശീല മാറ്റുമോർമ്മ പോലവേ സഖി ഒരു നാളമായി പൂത്തുലഞ്ഞു നീ നിന്നെന്തിനോ അരികിലെ പുതുമന്ദാരമായി വിടരു നീ ഉണരുവാൻ കൊതി തോന്നുന്നരി പുലരിയിൽ അന്നെങ്ങോ നിൻ പൊൻപീലി മിന്നുന്നവോ അതിലൊന്നെന്റെ നെഞ്ചൊരമെയ്യുന്നവോ ഉണർന്നു ഞാൻ. അടിപൊളി, സൂപ്പർ. എന്റെ കൂടി ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് കേട്ടോ ഈ പാട്ട്. ബാംഗ്ലൂർ ഡേയ്സിലെ നല്ലൊരു പാട്ട് തന്നെയാണ്. അപ്പൊ സംഗീത് അസാധ്യമായിട്ട് പാടി. സംഗീതത്തിൽ ഒരു സംഗീതം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും ആണെന്നാണ് എന്റെ അറിവ്. രണ്ടുപേരും പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അമ്മയെ ചെറുതായിട്ടൊക്കെ പാടും, നല്ല മ്യൂസിക് സെൻസ് ഉള്ള ആളാണ്. അച്ഛൻ ആക്ച്വലി ഗാനമേള രംഗത്തൊക്കെ ഒരു അറൌണ്ട് 40 years ആയിട്ട് രംഗത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടില് സംഗീതം നിറഞ്ഞിരിക്കുന്ന ഒരു ആംബിയൻസ് ആണ്. അപ്പൊ ഇപ്പോ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് ഫെയിം ആയത് കൊണ്ട് തന്നെ അച്ഛന്റെ കൂടെ ഗാനമേളയ്ക്കൊക്കെ പോകാറുണ്ടോ? ഒരുമിച്ചാണോ ചെയ്യാറുള്ളത്? ഇടയ്ക്ക് ഞാൻ ആക്ച്വലി ഇൻഡിപെൻഡന്റ് ആയിട്ടും പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഒപ്പം നമ്മുടെ സ്വന്തം ട്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സ്വന്തം പ്രോഗ്രാംസും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അമ്മയെ കൂടി എങ്ങനെയെങ്കിലും പാട്ടുപാടി റെഡിയാക്കി എടുക്കുന്നേ, അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ പോവാലോ. അമ്മ ആക്ച്വലി ക്രിട്ടിക്കാണ്. അമ്മ നമ്മള് എവിടെയെങ്കിലും പാട്ട് തെറ്റിയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അമ്മയാണ് ആക്ച്വലി മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കും അല്ലേ? എന്നിട്ട് പറയും. അമ്മ വൃത്തിയായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മയും കൂടി പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്തു തരാൻ ആരും ഉണ്ടാവില്ല. അമ്മ ആക്ച്വലി നല്ല മ്യൂസിക് സെൻസ് ഉള്ള ഒരാളാണ്. നന്നായിട്ട് പാട്ട് ആസ്വദിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഇപ്പോ സംഗീത റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആർക്കാണ്? അച്ഛനാണോ അതോ അമ്മയ്ക്കാണോ?
രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടെങ്കിലും അമ്മയ്ക്കാണ് ടെൻഷൻ കൂടുതലല്ലേ? സത്യം അത് നമുക്ക് ആ വീഡിയോയില് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി പേടിച്ചിരിക്കുന്നത് അമ്മയായിരിക്കും. അത് കാണുമ്പോൾ പേടിയില്ലാതെ എനിക്കും പേടി വരും. ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം സംഗീതത്തിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിലും അച്ഛനും അമ്മയും ഇരിക്കുന്നത് കാണിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പേടിച്ച് എന്താ പറയാ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അച്ഛൻ പിന്നെ കുഴപ്പമില്ലാണ്ട് അത് ആസ്വദിച്ചിരിക്കുന്നത് കാണാറുണ്ട്. അച്ഛൻ കുറച്ചുകൂടി ഒരു കോൺഫിഡന്റ് ആയിട്ടൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അമ്മ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുറച്ചും കൂടി ഒരു ടെൻഷനൊക്കെ പെട്ടെന്ന് അത് വരും. ഞാനും അമ്മയുടെ പോലെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ്. ആദ്യമായിട്ട് ജഡ്ജസിന്റെ മുമ്പിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞു ശരത് സാറ്, ചിത്രാമ്മ, അപ്പൊ ഇവരുടെയൊക്കെ മുൻപിലാണ് ആദ്യമായിട്ട് പാടാനുള്ള ഒരു അവസരം തന്നെ കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ശരത് സാറിനൊക്കെ പറയുമ്പോൾ നമ്മളെ ചെറുപ്പം തൊട്ടേ നമ്മള് സ്റ്റാർ സിംഗർ, ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ കണ്ട് ശീലിച്ച് വന്നത് കൊണ്ട് തന്നെ നമ്മൾ പേടിയോടുകൂടി നോക്കി കാണുന്ന ഒരു മ്യൂസീഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ പാടാനായിട്ടുള്ള അവസരം കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു? ഭയങ്കര ടെൻഷൻ ആയിരുന്നോ? ഇപ്പൊ അനുഷ പറഞ്ഞ പോലെ തന്നെ നമ്മള് കുട്ടിക്കാലം മുതലേ ഈ സ്റ്റാർ സിംഗർ പോലുള്ള വേദികളിലൊക്കെ ശരത് സാറിനെ ജഡ്ജായിട്ട് അല്ലെ നമ്മള് സാറ് നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ഒരാള്. ആ ഒരു ഇമേജ് ആയിരുന്നു മനസ്സിൽ. പിന്നെ അത്രയും നോളജ് ഉള്ള ഒരാള് മ്യൂസിക്കിനെ പറ്റി. അത് തന്നെ ഒരു ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. ആ ഒരു അറിവ് കൊണ്ടുണ്ടാകുന്ന ഒരു ഇന്റിമിഡേഷൻ ഉണ്ടല്ലോ നാച്ചുറലി. സ്വാഭാവികമായിട്ട് വരുന്നതാണ്. നാച്ചുറലി അത് വരും. പക്ഷേ സാറിന് ആക്ച്വലി വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് ഷോയിൽ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള, അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതിപ്പോ ചിത്ര ചേച്ചി ആണെങ്കിലും എല്ലാം ഭയങ്കര ഹമ്പിൾ ആയിട്ടുള്ള. അത് എടുത്തു പറയേണ്ടത്, എനിക്ക് ചിത്ര ചേച്ചിയുടെ ഒപ്പം നിന്ന് ഡിവറ്റ് പാടാൻ ഒരു ഭാഗ്യം ഉണ്ടായി ആ ഷോയില്. അത് ഏത് പാട്ടായിരുന്നു? ആരോ വിരലും വീട്ടിലുള്ള സോങ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ സോങ് കഴിഞ്ഞതിന് ശേഷം നമ്മള് ബുക്ക് വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അപ്പൊ ചേച്ചിക്ക് പാടാനായിട്ട് ബുക്ക് സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി അത് പാടിയതിനു ശേഷം ആ സ്റ്റാൻഡും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആളാണ്. സ്വാഭാവികമായിട്ടും നല്ല ടെൻഷനിലായിരുന്നു ആദ്യത്തെ കാരണം നമ്മുടെ ആ ഓഡീഷൻസ് ഉൾപ്പെടെ, ഫൈനൽ ഓഡീഷൻസ് ഉൾപ്പെടെ ഒരു ലൈവായിട്ട് ഷൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോ പിന്നെ പാടുന്ന സോങ്സും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സോങ് ആണ് ഞാൻ പാടിയത്. റഹ്മാൻ സാർ കമ്പോസ് ചെയ്തത്. അപ്പോ ആ സോങ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് പാടുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വലിയ ആർട്ടിസ്റ്റുകൾ, ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ മുമ്പിൽ നമ്മൾ ആദ്യമായിട്ട് നിന്ന് പാടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ അത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറച്ചും കൂടി സ്മൂത്ത് ആയി. കൂടുതൽ അവരായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്തപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു എൻജോയ് ചെയ്തൊക്കെ പാടാൻ പറ്റുന്ന ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നു. അതെ, ഓക്കെ ആയി. അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലല്ല എന്ന് മനസ്സിലായല്ലേ? സ്റ്റേജ് ഫിയർ ഉള്ള ആളാണോ? സ്റ്റേജ് ഫിയർ ആക്ച്വലി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ട് സത്യത്തില്. അതിന്റെ എക്സ്റ്റെന്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന മാത്രം. ഇപ്പോഴും നമുക്ക് ആ ഒരു ഏത് സ്റ്റേജിൽ പോകുമ്പോഴും ആദ്യത്തെ കുറച്ച് നേരം അതുണ്ടാവും. അതിപ്പോഴും എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിയുടെ റീസെന്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടപ്പോ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഒരു ഷോ ചെയ്യുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതെ, ഒന്ന് തുടങ്ങി കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സമാധാനം, ഓക്കെ ഇത് നോർമലാണ് ഈ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയുന്നത്. സംഗീതത്തിന് ഇത് എപ്പോഴും ഉണ്ടല്ലേ? ഏത് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു അൺസർട്ടനിറ്റി, ഫിയർ ഓഫ് അൺസർട്ടനിറ്റി എന്നൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മള് എന്താണ് നമുക്ക്, കാരണം ഇതെല്ലാം നമ്മൾ എത്ര കോൺഫിഡന്റ് ആയിട്ട് നിന്നാലും ആ സമയത്തെ ഒരു 5-6 മിനിറ്റ് നമ്മൾ പാടുമ്പോഴുള്ള നമ്മുടെ ഒരു എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു നമ്മുടെ കയ്യിലല്ലല്ലോ. അതെ, കുറച്ചങ്ങ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓക്കെ. ഇപ്പൊ ചിത്ര ചേച്ചി തന്നെ ഒരു തവണ ഒരു കമന്റ് ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു പ്രാണി നമ്മുടെ വായില പാടുന്ന സമയത്ത് കയറി തന്നെ നമുക്ക് പാടാൻ പറ്റില്ല. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ സംഗീതത്തിനെ സംബന്ധിച്ച് ഏത് പാട്ട് സ്റ്റാർ സിംഗറിൽ പാടിയിട്ടാണ് ഫുൾ സ്കോർ ലഭിച്ചത്? ആക്ച്വലി എന്റെ ഫസ്റ്റ് 2 സോങ്സും 100 out of 100 പിന്നെ അതുപോലെ 99 out of 100 ആയിരുന്നു. അപ്പൊ ഇതിൽ ഏത് പാട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാടി തരാനായിട്ട് പോകുന്നത്? നമ്മുടെ സ്വന്തം രവീന്ദ്രൻ മാസ്റ്ററിന്റെ നിറങ്ങളെ പാടുന്നുള്ള ഒരു സോങ്. അതെനിക്ക് നല്ല കമന്റ്സ് കിട്ടിയ ഒരു സോങ് ആയിരുന്നു അത്. അപ്പോ ആ സോങ് ഞാൻ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ പാടുകയാണ്. ഓക്കെ, തീർച്ചയായും പാടിക്കോളൂ. നിറങ്ങളെ പാടൂ, കളമിത്തിലെഴുതിയ ദിവ്യാ
മനസ്സിലേറനാം പരിമളമായി വിടരും ദളങ്ങളിൽ ഒളിയും ലജ്ജയായി വിടരും ദളങ്ങളിൽ ഒളിയും ലജ്ജയായി പൊഴിയും പൂമ്പൊടി മഴയുടെ ഈണമായി. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ സംഗീതം നല്ല വോയിസ് ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കേട്ടങ്ങ് ഇരിക്കാൻ തോന്നും. പഴയ പാട്ടുകൾ, പ്രത്യേകിച്ച് സംഗീതത്തിന്റെ പഴയ പാട്ടുകൾ, ദാസേട്ടൻ പാടിയ ആ പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കമന്റ്സ്? പറയാറുണ്ട്. പഴയ സോങ്സ് ആക്ച്വലി കുറച്ചും കൂടി ഇഷ്ടം പഴയ സോങ്സിനോടാണ്. പക്ഷെ പുതിയ സോങ്സും ഒരുപാട് കേൾക്കും, അതും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടി ഒരു ചായയും പഴയ പാട്ടുകളോടാണ്. പഴയ പാട്ടുകളോടാണല്ലേ? ഓക്കെ. പുതിയ പാട്ടിലേക്ക് വരുമ്പോ ആരുടെ പാട്ടുകളാണ് കേൾക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം, പാടാനായിട്ടും? ആക്ച്വലി എല്ലാവരുടെയും കുറെ കമ്പോസേഴ്സിന്റെ പാട്ടുകൾ ഇഷ്ടമാണ്. എസ്പെഷ്യലി നമ്മളിപ്പോ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ടാലന്റ് ആയിട്ടുള്ള കമ്പോസേഴ്സ് നമുക്കുണ്ട്. സുഷിൻ ശ്യാം, ജെയ്ക്സ് ബിജോയ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോ അവരുടെയൊക്കെ പാട്ടുകൾ ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി സലിൽദായുടെ പാട്ടുകളാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ സലിൽ ചൗധരി. സലിൽദായുടെ പാട്ടുകളാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എനിക്കൊരു ഇഷ്ടം കൂടുതൽ, ഞാൻ കൂടുതൽ കേൾക്കുന്നത്. ഇപ്പോ സ്റ്റാർ സിംഗറിലായിരുന്ന സമയത്ത് നിങ്ങൾ മത്സരാർത്ഥികളുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ടിങ്ങും കാര്യമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും തമ്മില്. ഓക്കെ. സംഗീതത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗർ ആരായിരുന്നു ആ സമയത്ത്? എല്ലാരും എക്സ്ട്രീംലി ടാലന്റ് ആയിട്ടുള്ള സിംഗേഴ്സ് ആയിരുന്നു ആ ഒരു സമയത്ത്. ഇഷ്ടംപോലെ പേര്. ഇപ്പോ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ബൽറാം, അതുപോലെ ഗോകുൽ, അരവിന്ദ്, എല്ലാവരും ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ ശ്രീരാഗ്, ഇഷ്ടംപോലെ പേര്. അപ്പൊ എന്ന് വെച്ചാല് ഇവരുടെയൊക്കെ നമുക്ക് ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും എക്സ്ട്രീംലി ടാലന്റ് ആയിട്ടുള്ള സിംഗേഴ്സ് ആയിരുന്നു. അതെ, പ്രത്യേകിച്ച് അങ്ങനെ പേരെടുത്ത് പറയാനായിട്ട് ആരും പറയാൻ പറ്റില്ല. കാരണം പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നതിലും കാര്യമില്ല. അതെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള, എല്ലാവരും യൂണീക്ക് ആയിട്ടുള്ള പാടുന്നതിൽ ഒരു സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉൾപ്പെടെ യൂണീക്ക് ആയിട്ടുള്ള കുറെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അതെ. സംഗീതത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജസ് ആരായിരുന്നു സ്റ്റാർ സിംഗറിലെ? സ്റ്റാർ സിംഗറില് ഓഫ് കോഴ്സ് ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ സിത്താര ചേച്ചി. അയ്യോ, അങ്ങനെ ആക്ച്വലി അതൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. കാരണം ഇവര് 3 പേരും എന്താ പറയാ, സത്യത്തില് നമ്മൾ ആ സ്റ്റാർ സിംഗറിന്റെ ഓഡീഷന് പോകുന്ന സമയത്ത് അതിന്റെ ഫൈനൽ ഓഡീഷന് കീരവാണി സാറും അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴും അറിയാലോ, കീരവാണി സാർ ആ സമയത്ത് ഓസ്കാറൊക്കെ വിൻ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോ അവരെയൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം. അപ്പൊ മൊത്തത്തിൽ നമുക്ക് അവരെയൊക്കെ പെട്ടെന്ന് കാണുമ്പോ ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും വരും, ഇവരെയൊക്കെ മുമ്പിൽ നിന്ന് പാടുക. പക്ഷെ ആ ഒരു സംഭവമേ ആയിരുന്നില്ല. നമ്മള് ഷൂട്ടിംഗ് സമയത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഭയങ്കര ഈസിനെസ് ആയിരുന്നു ആ പാടാനെല്ലാം. കാരണം വിധുചേട്ടനാണെങ്കിലും സിത്താര ചേച്ചിയൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മളോട്. അതെ, വിധുചേട്ടന്റെ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയണം, കാരണം ഭയങ്കര കോമഡിയാണ്. സത്യം. അപ്പൊ നമ്മള് ചില സമയത്ത് ആ ഒരു ഇതൊരു കോമ്പറ്റീഷൻ, ആ ഒരു സംഭവം ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളൊരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഒരു വൈബ് തന്നെയാണ്. സിത്താര ചേച്ചിയുടെ ഒക്കെ അടുത്താണെങ്കിലും നമ്മൾ ഭയങ്കര കൂളാകും. അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര കൂളാവും. അതെല്ലേ? ഓക്കെ. സംഗീതത്തിന് ഏത് ടൈപ്പ് പാട്ടുകൾ പാടാനാണ് ഇഷ്ടം? മെലഡീസ് ആണോ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ആണോ, അല്ലെങ്കിൽ ഈ റാപ്പ് ഒക്കെ പാടാനായിട്ട് ഇഷ്ടമാണോ? ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? റാപ്പ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. പക്ഷെ അത് എന്റെ ഒരു സ്റ്റൈലല്ല. ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ അത് ഇതൊരു വേദിയിലും പാടിയിട്ടില്ല. ഞാൻ കേൾക്കാറുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ. ഈ ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് റാപ്പ് ഏതെങ്കിലും പാടുമെന്നൊക്കെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് വേടന്റെ ഏതെങ്കിലും പാട്ടുകൾ പാടുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? തീർച്ചയായും. കാരണം വേടന്റെ പാട്ടുകളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോ എനിക്ക് തന്നെ കുതന്ത്രം സോങ് ഒക്കെ, മഞ്ഞുമൽ ബോയ്സിലെ സോങ് ഒക്കെ ഞാൻ പാടിക്കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ലൈൻസ് ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട്. ശരിക്കും ഏത് ടൈപ്പ് പാട്ടുകൾ പാടാനാണ് ഇഷ്ടം? എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മെലോഡിക് ആയിട്ടുള്ള സോങ്സ് തന്നെയാണ്. മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടാനാണ് എനിക്ക് ഇഷ്ടമാണ് പാടാനായിട്ട്. ഓക്കെ. ഇപ്പൊ എത്ര നാളായിട്ട് മ്യൂസിക് പഠിക്കുന്നുണ്ട്? മ്യൂസിക് ആക്ച്വലി അതൊരു കോമഡി ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. എന്നെ ചെറുപ്പത്തിൽ കൊണ്ടിരുത്തിയതാണ് പഠിപ്പിക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇരിക്കില്ലായിരുന്നു. അപ്പൊ അത് ഒരു എത്രാമത്തെ വയസ്സിലായിരിക്കും ഏകദേശം? സീരിയസ് ആയിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയത് ഒരു 9th സ്റ്റാൻഡേർഡ് ആ ഒരു സമയം മുതലൊക്കെയാണ് ഞാൻ സീരിയസ് ആയിട്ട് മ്യൂസിക് എനിക്ക് പഠിക്കണം എന്ന് എനിക്ക് സ്വയം തോന്നി തുടങ്ങുന്നത്. അതിനു മുമ്പ് നമ്മള് പാട്ട് എപ്പോഴും വീട്ടിലുണ്ട്, പക്ഷെ നമ്മള് ട്രെയിൻ ചെയ്ത് തുടങ്ങുന്നത്, ആ ഒരു സീരിയസ് ആയിട്ടൊക്കെ ഒരു ട്രെയിനിങ് കിട്ടി തുടങ്ങുന്നത് ഒരു 9th സ്റ്റാൻഡേർഡ് മുതലാണ്.
പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്ക് ആ ഒരു ട്രാക്കിൽ നിന്ന് മാറേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ M.Com ആണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ 2 വർഷം എനിക്ക് ഗൾഫില് ജോലി കിട്ടി, ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നു. പിന്നെ വീണ്ടും നാട്ടിലേക്ക് വരുന്നു, വീണ്ടും നമ്മള് പഠിക്കുന്നു. അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ഗ്യാപ്പ് വന്ന സമയത്തൊക്കെ അവിടെ ചെന്ന സ്ഥലത്താണെങ്കിലും പാടാനൊക്കെ എന്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ? ദൈവാനുഗ്രഹം കൊണ്ട് ഇഷ്ടം പോലെ പ്രോഗ്രാംസ് അവിടെയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു സിംഫണി എന്നുള്ള ഒരു ബാൻഡും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഒരു കുറെ പേരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, സിംഫണി. അതുപോലെ മറ്റ് ഇതുപോലുള്ള കൂട്ടായ്മകളിലും ഒക്കെ പാടാനായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ അപ്പോഴും നമ്മൾ ആ ഒരു ലൂപ്പിൽ തന്നെ നിൽക്കാൻ സാധിച്ചു. അതെ അതെ, അതിന്ന് കംപ്ലീറ്റ് ആയിട്ടും വിട്ടുമാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലല്ലേ? അതെ അതെ, സത്യം. അപ്പൊ പിന്നെന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മൾ ആ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന മ്യൂസിക്കിനെ തന്നെയാണ്. അപ്പൊ അതൊരു പാർട്ട് ഓഫ് ലൈഫ് തന്നെയാണ്. അതെ അതെ, അത് ഒരുപാട് ആളുകൾ ഇപ്പൊ പാടുന്നവരുടെ മാത്രമല്ല, സംഗീതം ആസ്വദിക്കുന്നവരുടെയൊക്കെ ഒരു പാർട്ട് തന്നെയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ആസ്വദിക്കുക എന്ന് പറഞ്ഞാലും ഒരു കഴിവ് തന്നെയാണല്ലോ, പാട്ട് ആസ്വദിക്കുക എന്നുള്ള ഒരു കഴിവ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പാട്ട് പാടുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ കമ്പോസിംഗ് രംഗത്തേക്ക് എന്തെങ്കിലും താല്പര്യം, ഇൻട്രസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരുപാട് താല്പര്യമുണ്ട്. ഞങ്ങൾ ആക്ച്വലി കോളേജ് PG ചെയ്തത് MES മാറമ്പിള്ളി എന്നുള്ള കോളേജിലാണ്. അപ്പോ അവിടെ വെച്ച് തന്നെ കമ്പോസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് ഓൺ കോമ്പോസിഷൻ എന്ന് പറയുന്നത് പിരിയില്ല നാം എന്നുള്ള ഒരു സോങ് ആയിരുന്നു. അതൊരു ഫെയർവെൽ സോങ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ആക്ച്വലി ആ സമയത്ത് നമ്മള് പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്തു തന്നത് അവിടെ മനു എന്ന് പറഞ്ഞൊരു സാറ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സാറ് മ്യൂസീഷ്യൻ ആയിരുന്നു ആക്ച്വലി. അപ്പൊ സാറാണ് അതിന്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. സാർ ഇത് ഒരു പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്തു തന്ന് അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിപ്പോ വീണ്ടും നല്ല രീതിയിലൊന്ന് ഞങ്ങൾക്കൊന്ന് റിലീസ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്, നന്നായിട്ട് ചെയ്തിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് മുമ്പാണ് നമ്മൾ അതൊന്ന് ചെയ്തത്. അന്ന് അത്ര ഭയങ്കര ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് നമ്മളത് ചെയ്തതാണെന്ന്. അപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് എന്റെ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോയ ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ അവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്, ആ സോങ് ഇറക്കണം. അപ്പൊ അതിനെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നമുക്കും കൂടുതൽ സന്തോഷം അത് ഇറക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ആണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ സോങ് വേഗം തന്നെ ഇറങ്ങട്ടെ, ഞങ്ങളും വെയിറ്റിംഗ് ആണ് കേൾക്കാനായിട്ട്. തീർച്ചയായും. അതുപോലെ ഒരുപാട് സോങ്സ് ചെയ്ത് പെട്ടിയിലിരിക്കുന്നുണ്ട്. അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും ഇറക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോ എന്താണ് ഇനി ഫ്യൂച്ചർ പരിപാടീസ്, എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, നമുക്ക് സംഗീതത്തിൽ തന്നെ എന്നും നിൽക്കണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അവിടുന്ന് ഒരു വ്യതിചലനം വരാതിരിക്കട്ടെ അല്ലേ? അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് മുൻപായിട്ട് ഒരു പാട്ട് കൂടി ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരും. ഇപ്പൊ മലയാളം നമുക്കൊന്ന് വിട്ടുപിടിക്കാം, തമിഴോ ഹിന്ദിയോ ഏത് ലാംഗ്വേജിലുള്ള പാട്ടാണെങ്കിലും പാടാം. നമുക്ക് റഹ്മാൻ സാറിന്റെ ഒരു സോങ് ആവാം അല്ലെ? ഓക്കെ ഓക്കെ, എന്നുള്ള സോങ് ആണ് പാടാൻ പോകുന്നത്. ആഹാ, അടിപൊളി പാട്ടാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഇന്നും ഒരുപാട് സംഗീത പ്രിയരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെ സ്ഥാനം പിടിച്ച, പാട്ടിന്റെ ലിസ്റ്റുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സത്യം. വായ്മൊഴിയും എന്തൻ തായ്മൊഴിയും என்று വസപ്പെടവില്ലയടി, വയற்றுക്കും തൊണ്ടക്കും ഉരുവമില്ലാതൊരു ഉരുണ്ടയും ഉരുളുതടി, காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி, கண்கள் எல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி, இது சொர்க்கமா நரகமா சொல்லடி உள்ளபடி, நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தை உள்ளதடி, என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டேன். ഓക്കേ, അടിപൊളി. റഹ്മാൻ സാറിന്റെ ഒരു മനോഹരമായ പാട്ടാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സംഗീതം പാടി തന്നിരിക്കുന്നത്. സംഗീത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കുറച്ച് നല്ല സോങ്സ് ശ്രോതാക്കൾക്ക് വേണ്ടി പാടിക്കൊടുക്കാൻ സാധിച്ചാലും, അതുപോലെ അനുഷയായിട്ട് കുറച്ചു നേരം എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ സാധിച്ചാലും ഭയങ്കര സന്തോഷം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നും ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചു, ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്തു, അതുപോലെ തന്നെ നല്ല മനോഹരമായ പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഭാഗത്ത് നിന്നും ആശ്രയ FM 90 ടീമിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഭാവി തന്നെ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആശംസ, ഒരു ഓൾ ദ ബെസ്റ്റ് കൂടി അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.